എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയ വെല്ലുവിളിയൊന്നും വയറ്റി സമയം കളയാതെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാം. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ വീഡിയോയിലോട്ട് പോകാം. ഇതിനു വേണ്ടി ചൂടാക്കിയിട്ടിരിക്കുന്ന ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ആ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കനം കുറച്ച് അരിഞ്ഞ 3 സവാള ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 500 ഗ്രാം ചിക്കനാണ് എടുത്തത്. അതിലേക്കാണ് 3 സവാള. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കരിഞ്ഞു പോകാതെ ഫ്രൈ ചെയ്തെടുക്കുക. സ്ഥിരമായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കേണ്ട, എപ്പോഴെങ്കിലും ഒന്ന് ഇളക്കി കൊടുത്ത് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ വലിയുള്ളി നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി അത് ഈ വെളിച്ചെണ്ണയിൽ നിന്ന് കോരിയെടുക്കണം. അങ്ങനെ മുഴുവനും കോരിയെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനു വേണ്ടി ഞാൻ എടുത്ത ചിക്കനാണിത്. എല്ലോട് കൂടി എടുത്ത ചിക്കൻ നല്ലതുപോലെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും 4-5 ചുള വെളുത്തുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചിയും ചതച്ചെടുത്തതാണിത്. പിന്നെ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച വലിയുള്ളിയും ഇതിലേക്കിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യാൻ നോക്കുക. ഇനി ഇത് ഒരു 5-10 മിനിറ്റ് നേരം സമയമുള്ളതുപോലെ ഒന്ന് മാറ്റി വെക്കുക. റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഈ മസാലയൊക്കെ നല്ലതുപോലെ ഒന്ന് പിടിച്ച് വരും. അതിനുശേഷം നമുക്കിതൊന്ന് ഇതുപോലുള്ള നോൺ സ്റ്റിക്ക് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, നേരത്തെ ഉള്ളി ഫ്രൈ ചെയ്ത അതേ പാനാണ് ഞാൻ എടുത്തത്. അതിൽ നിന്ന് മാറ്റി വെച്ച വെളിച്ചെണ്ണയാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തത്. ഇനി നമ്മുടെ ചിക്കൻ മൊത്തമായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കൊന്ന് നിരത്തി വെച്ച് കൊടുത്തതിന് ശേഷം തീ ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് മൂടി വെച്ച് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ ഒരു തുള്ളി വെള്ളം പോലും ഒഴിച്ചു കൊടുക്കുന്നില്ല. ഇങ്ങനെ തന്നെയാണ് ഇത് വെന്ത് കിട്ടുന്നത്. ഇതിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വരും. ആ വെള്ളത്തിൽ കിടന്ന് ഈ ചിക്കൻ നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടും. നല്ല സോഫ്റ്റായ ഒരു ചിക്കനാണിത്. ഇങ്ങനെ മൂടി തുറന്ന് ഇടയ്ക്കിടയ്ക്ക് തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം. കാരണം വെള്ളം ഇല്ലാതെ വേവുന്നത് കൊണ്ട് ഒരു ഭാഗം മാത്രം ഇങ്ങനെ കരിഞ്ഞു പോകും. അതിന് വേണ്ടിയിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മൂടി തുറന്ന് തിരിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിൽ നിന്ന് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. വീണ്ടും മൂടി വെച്ചിട്ട് ഒരു 5-10 സെക്കൻഡിന് ശേഷം മൂടി തുറന്ന് നോക്കുമ്പോഴുള്ള അവസ്ഥയാണിത്. വെള്ളം നല്ലതുപോലെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഈ വെള്ളം ഒന്ന് വറ്റി കിട്ടണം. അപ്പോഴേക്കും നമ്മുടെ ചിക്കനും വെന്ത് കിട്ടും. വെള്ളം ഇതുപോലെ മൂടി തുറന്ന് വെച്ച് തന്നെ വറ്റിച്ചെടുക്കുക. ഈ ചിക്കന് ഗ്രേവി കൂടുതലുണ്ടാവില്ല. മസാലകളൊക്കെ ചിക്കനിൽ പൊതിഞ്ഞിരിക്കുന്ന പരുവാകുമ്പോൾ തീ ഓഫ് ചെയ്യാം. ഞാനിപ്പോൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം മൂടി വെച്ച് ഒരു 5 മിനിറ്റിന് ശേഷമാണ് ഞാനിത് സെർവ് ചെയ്യുന്നത്. അപ്പോഴേക്കും തണുത്തതിന് ശേഷമായിരിക്കും നമ്മുടെ ഗ്രേവി കട്ടി കൂടി വരിക. അപ്പോൾ ഞാൻ സെർവ് ചെയ്തിട്ടുണ്ട്. ഇത് നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയോട് കൂടിയ ഒരു ചിക്കനാണ്. നല്ല ടേസ്റ്റുള്ളൊരു ചിക്കനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ചിക്കൻ റെസിപ്പിയാണ്. ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കൊക്കെ വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം ഇതുപോലുള്ള റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.